ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് കണ്ടോ, നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. ഒന്ന്, കൽപ്പന അനുസരിക്കണം. രണ്ട്, വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. മൂന്നാമത്തെ കാര്യം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ആ പദം മാത്രമാണ് ഒരു ചെറിയ ചിന്ത പങ്കുവെച്ച് തുടർന്നുള്ള സമയം കർത്താവിന്റെ അഭിഷേകത്തിന് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം 2025-ന്റെ 12-ാം മാസത്തിന്റെ പ്രാരംഭ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചന ശബ്ദം കൈമാറുകയാണ്. നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കാൻ പോകുകയാണ്. നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കാൻ പോകുകയാണ്. ദേശത്ത് നിന്നും ഭയപ്പെടുത്താൻ നോക്കിയ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ദൈവമാക്കിയിടത്ത് നിങ്ങൾ ഭയം കൂടാതെ വസിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ദൂത്, ആമേൻ, ഈ 12-ാമത്തെ മാസം ചിലർ വസിക്കാൻ പോകുന്ന മാസമാണ്. ചിലർ സമാധാനത്തോടെ വസിക്കാൻ പോകുന്ന മാസമാണ്. ഭയം കൂടാതെ നിനക്കൊരു വാസമുണ്ട്. ഭയം കൂടാതെ ആമേൻ നീ വസിക്കാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ പാർപ്പിടം ഉണ്ടായിട്ടും ആമേൻ ചർച്ചക്കാരുണ്ടായിട്ടും ബന്ധുമിത്രാദികൾ ഉണ്ടായിട്ടും ദേശക്കാരുണ്ടായിട്ടും ദേശത്ത് ഭയം കൂടാതെ വസിക്കാൻ കഴിയാത്ത ഒരു തലം നിന്നെ അലട്ടുന്നെങ്കിൽ ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക, നിനക്കൊരു വിടുതലുണ്ട്. ആമേൻ സ്തോത്രം. ഭയം കൂടാതെ നീ ദേശത്ത് വസിക്കാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിർഭയമായി നീ ദേശത്ത് വസിക്കാൻ പോകുക. നിന്നെ ഭയപ്പെടുത്തുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെ തമ്പുരാൻ ആട്ടിപ്പായിച്ചുകൊണ്ട് ഇന്ന് പകലിൽ അഭിഷേകത്തിന്റെ ഒരു ശക്തി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ അവൻ അയക്കാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? കണ്ടോ, എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് അവൻ ദൂത് കൈമാറുക. ദേശത്ത് വസിപ്പിക്കത്തില്ലെന്ന് പറയുന്ന, അവൻ വേരോടെ പിഴുതു കളയുമെന്ന് പറയുന്ന ദുഷ്ടവ്യാപാരത്തെ നോക്കി ദൈവാത്മാവ് ചില ദേശങ്ങളോട് ചില കുടുംബങ്ങളോട് ആലോചന അറിയിക്കുക. ഇല്ല, ദൈവം നിന്നെ നട്ടതെങ്കിൽ ഒരു ശത്രുവിന് നിന്നെ പറിച്ചു കളയാൻ കഴിയത്തില്ല. ഈ ദേശത്ത് നീ നിർഭയമായി വസിക്കാൻ പോകുക. ഈ ദേശത്ത് നീ നിർഭയമായി വസിക്കാൻ പോകുക. നിർഭയമായി ഭയം കൂടാതെ ദേശത്ത് വസിക്കാൻ കഴിയാത്ത വിധത്തിൽ തലവെക്കുന്ന സകലത്തെയും ദൈവാത്മാവിന്റെ മകൻ തൊടാൻ പോകുക. തലവെക്കുന്ന സകലത്തെയും ദൈവാത്മാവിന്റെ മകൻ ദൈവത്തിന്റെ ഇടപെടൽ അയക്കാൻ പോകുക. ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നീ നിർഭയം ദേശത്ത് വസിക്കാൻ പോകുക. ദേശത്ത് നിന്നും ശത്രുവിന് നിന്നെ ആട്ടിക്കളയാൻ കഴിയത്തില്ല, പറിച്ചു കളയാൻ കഴിയത്തില്ല. ദൈവം നിന്നെ നട്ടതെങ്കിൽ നീ നിർഭയമായി വസിക്കാൻ പോകുക. ഭയം കൂടാതെ. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ഇടപെടുക. വസിക്കുന്നുണ്ട്, നല്ല വീടാണ്, പക്ഷെ വീട് നല്ലതാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ഭയമാണകത്ത്. അവൻ ഭയപ്പാടോടെ വസിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ, ആമേൻ, ആമേൻ. ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ ചില വീടുകളെ പിടികൂടിയ ദേശത്തിന്റെ ഭയങ്ങൾ ചില വീടുകളിൽ നിന്ന് അഴിഞ്ഞു മാറി ഒരു വലിയ ദൈവത്തിന്റെ മഹത്വം സൗകര്യമായി നിന്നെ വസിപ്പിക്കുന്ന വിധത്തിൽ, നിർഭയമായി ഭയം കൂടാതെ നിന്നെ വസിപ്പിക്കുന്ന വിധത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക. അവൻ എന്നെ കാണുന്ന ദൈവജനമേ, നിങ്ങളുടെ ലൈഫിനകത്തും ദൈവം ഒരു വിടുതൽ അയക്കാൻ പോകുക. നിങ്ങളുടെ വീടിനകത്തും ഒരു വിടുതൽ അയക്കാൻ പോകുക. വീടിനകത്തിരിക്കുമ്പോൾ ഭയപ്പാട് നിന്നെ അലട്ടുന്നെങ്കിൽ നിന്നോടാണ് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത്. കാലം കഴിഞ്ഞു, ആണ്ടിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇനി ഭയം അല്ല നിന്നെ അലട്ടത്, നിർഭയമായി ഭയമില്ലാതെ വിദേശത്ത് വസിക്കുന്ന ദിവസങ്ങൾ അടുത്തു എന്ന് ഈ പകൽ ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പകൽക്കാലം
ആമേൻ 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 ആമേൻ. സ്തോത്രം. പെട്ടെന്ന് ആയുസ്സിനെ എടുത്തു കളയാൻ ശത്രു നോക്കുമ്പോൾ, രോഗം കൊണ്ടിട്ടും പ്രതിസന്ധി കൊണ്ടിട്ടും ആമേൻ ആമേൻ ആയുസ്സിനെ ആമേൻ 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 സ്തോത്രം ചുരുക്കാൻ ആമേൻ പിശാച് നോക്കുമ്പോൾ, ഇന്ന് പകലിൽ ചിലരോട് ദൈവാത്മാവ് പറയുകയില്ല, യഹോവയുടെ ആലയത്തിൽ നീ ദീർഘകാലം വസിക്കാൻ പോകുകയാ. ആമേൻ. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മതിനാഥ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നിനക്കൊരു ദീർഘകാല ഓട്ടമുണ്ട്, നിനക്കൊരു ദീർഘകാല ഓട്ടമുണ്ട്, നിനക്കൊരു ദീർഘകാലം നീ വസിക്കാൻ പോകുക. എവിടെ നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചോ, എവിടെ നിന്നെ തകർക്കാൻ ശ്രമിച്ചോ, എവിടെ നിന്നെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചോ, എവിടെ ശത്രുവിന്റെ കരം നിനക്ക് പ്രതികൂലമായിരുന്നോ, അവിടെ നീ ദീർഘകാലം വസിക്കാൻ പോകുന്നു. മുപ്പത്തേഴാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദോഷം വിട്ടൊഴിഞ്ഞു ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. ഇന്ന് പകലിൽ പുതിയ നിയമത്തിനകത്തൊരു വാക്യമുണ്ട്, പ്രിയരെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക, സദാകാലം നീ സുഖമായിരിക്കുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ആണ്ടിന്റെ ആരംഭം മുതൽ ആണ്ടിന്റെ അവസാന മാസമായി ഈ മാസം വരെ നിന്നെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളുണ്ട്. സുഖമായി കഴിയേണ്ട നീ, ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് സുഖമായി വസിക്കേണ്ട നീ, സുഖമായി വസിക്കാൻ കഴിയാതെ ആമേൻ ആമേൻ ഒട്ടനവധി പ്രതിസന്ധികൾ കൊണ്ടിട്ട് നിന്നെ തകർത്ത ഒരു മണ്ഡലം ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പ്രവചിക്കുക, ഇല്ല കുഞ്ഞേ, ഇന്ന് പകൽ ദൈവം അതിനെ പൊട്ടിക്കുക. നിന്റെ വീടിനകത്ത് സുഖമായി വസിക്കാൻ കഴിയാതെ വണ്ണം, നിന്റെ വീടിനകത്ത് കലഹം കൊണ്ടിടുന്ന അവൻ ഇരുട്ടിന്റെ ശക്തികളുടെ മുഖത്തെ ഈ പകൽ തമ്പുരാൻ ഒടിച്ചുകൊണ്ട് ദൈവാത്മാവ് ചിലരോട് ഇടപെടുന്നു. സദാകാലം സുഖമായി വസിക്കുന്ന ഒരു തലം നിന്റെ വീടിനകത്ത് സ്വർഗം തുറക്കുകയാ, നിന്റെ ദേശത്തിന്റെ മേൽ ദൈവാത്മാവ് തുറക്കുകയാ. ഇന്ന് പകൽ കാലം എത്ര പേർ ആമേൻ വിശ്വസിക്കും, ദൈവം നിന്നെ സുഖമായി വസിപ്പിക്കാൻ പോകുകയാണ്. അടുത്ത പദം സദൃശവാക്യങ്ങൾ 2:21 പറയുന്നു, നേരുള്ളവർ ദേശത്ത് വസിക്കും. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നേരുള്ളവർ ദേശത്ത് വസിക്കും. അത് കർത്താവിന്റെ പ്രമാണമാണ്. നേരുണ്ടെങ്കിൽ നിശ്ചയമായി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ലൈഫിനകത്ത് നേരുണ്ടെങ്കിൽ നീ ദേശത്ത് സുഖമായി വസിക്കും. ഉറപ്പാണ്. ആമേൻ 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 ആമേൻ. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. സ്വത്രം. അപ്പം ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നേരുള്ളവർ ദേശത്ത് വസിക്കും. അതെ, നീ ദേശത്ത് വസിക്കാൻ വന്നവനാണ്, നീ ദേശത്ത് ഇത് മൂടിപ്പോകാൻ വന്നവനല്ല, നീ ദേശത്ത് വസിക്കാൻ വന്നവനാണ്. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി നിന്നെ ഓടിച്ചു കളയുന്ന ദുഷ്ടവ്യാപാരത്തെ, അല്ലെങ്കിൽ ഓടിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ പുറത്താക്കിക്കൊണ്ട് ആമേൻ ആമേൻ ദേശത്ത് നിന്നെ ദൈവം വസിപ്പിക്കാൻ പോകുക. ദൈവാത്മാവ് ചിലരോട് അങ്ങനെ തന്നെ ആലോചന ഇടപെടുകയാണ്. ദേശത്ത് നീ വസിക്കാൻ പോകുക, ദേശത്ത് നീ വസിക്കാൻ പോകുക. ദൈവമാണ് നിന്നെ ആ പട്ടണത്തിൽ കൊണ്ടുപോയതെങ്കിൽ, ദൈവമാണ് നിന്നെ ആ ഗ്രാമത്തിലാക്കിയതെങ്കിൽ, ദൈവമാണ് നിന്നെ ആ ദേശത്ത് നട്ടതെങ്കിൽ, ദൈവം നിന്നെ വളർത്തും. ദുഷ്ടന് നിന്റെ വാസകാലത്തെ ചുരുക്കാൻ സാധ്യമല്ല. ദൈവമാണ് നിന്നെ നിർത്തിയതെങ്കിൽ ഈ പകൽ നീ ദൈവം നിന്നെ വസിപ്പിക്കാൻ പോകുക. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, 2025 ആണ്ടിന്റെ ആദ്യ നാളുകൾ മുതൽ നീ അനുഭവിക്കുന്ന സ്വസ്ഥതക്കേടുകൾക്ക്, നീ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്ക്, നീ അനുഭവിക്കുന്ന അസമാധാനത്തിന് ഇന്ന് പകലിൽ തമ്പുരാൻ ഒരു വിരാമം ഇട്ടുകൊണ്ട് ദേശത്ത് നീ വസിക്കാൻ പോകുക. ചില ദേശശക്തികൾ ഭവനത്തിനെതിരായി നിൽക്കുമ്പോൾ, ചില ദേശശക്തികൾ ഭവനത്തിലുള്ളവർക്കെതിരെ വാളെടുത്ത് ആമേൻ 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 ഭവനത്തിന്റെ സമാധാനത്തെ തകർത്തു കളയുമ്പോൾ, ഇന്ന് പകൽ തമ്പുരാൻ പറയുക, ഇല്ല പിശാചേ, നിന്നെ വസിപ്പിക്കാനാ ഞാൻ കൊണ്ടുവന്നത്. പിശാചിന് നിന്നെ ഓടിപ്പിക്കാൻ സാധ്യമല്ല. നീ ദേശത്ത് വസിക്കാൻ പോകുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ പറയുകയാണ്, 1, നീ ദേശത്ത് വസിക്കും. 2, ജ്ഞാനികളുടെ മധ്യ വസിക്കും. സ്വത്രം സ്വത്രം സ്വത്രം.
ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ജ്ഞാനികൾ മധ്യേ ദൈവം നിന്നെ വസിപ്പിക്കാൻ പോവുകയാണ്. ജ്ഞാനികളുടെ മധ്യ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. ഇന്നലെ നീ കഴിച്ച പ്രാർത്ഥനയ്ക്കും, ഇന്നലെ നീ കരഞ്ഞ കണ്ണുനീരും, ഇന്നലെ നീ ആമേൻ സ്തോത്രം നിനക്കുണ്ടായ ആമേൻ സ്തോത്രം എല്ലാ ബുദ്ധിമുട്ടുകളും തമ്പുരാൻ കണ്ട് തന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഇന്ന് പകൽ തമ്പുരാൻ പറയുക, നീ ജ്ഞാനികളുടെ മധ്യ വസിക്കാൻ പോകുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, ആമേൻ, 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 നീ ജ്ഞാനികളുടെ മധ്യ വസിക്കാൻ പോകുകയാണ്. ചിലർ ചില ദേശത്തു നിന്നും വിട്ട് മറ്റു ചില ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നീ ചെന്നെത്തുന്ന ദേശത്ത് നീ ജ്ഞാനികളുടെ മധ്യ വസിക്കാൻ പോകുകയാണ്. നീ ചെന്നെത്തുന്ന രാജ്യത്ത് നീ ജ്ഞാനികളുടെ മധ്യേ നീ വസിക്കാൻ പോകുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ ശലോമോൻ പറയുകയാണ്, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും. ഇന്ന് പകലിൽ എങ്ങനെങ്കിലും വസിക്കുന്നതല്ല ആത്മീയ ജീവിതം, തൃപ്തനായി വസിക്കുന്നതാണ് ആത്മീയ ജീവിതം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നു? എങ്ങനെങ്കിലും വസിക്കുന്നതല്ല കുഞ്ഞെ ആത്മീയ ജീവിതം, തൃപ്തനായി വസിക്കുന്നതാണ് ആത്മീയ ജീവിതം. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക, തൃപ്തനായി വസിപ്പിക്കത്തില്ല. അവൻ കണ്ണുനീരും വേദനയും മാത്രമേ നിനക്ക് തരുത്തുള്ളെന്ന് ഒരു സൈഡിൽ ശത്രു വാദിക്കുമ്പോൾ അതിന്റെ നടുവിൽ തമ്പുരാൻ ഇന്ന് പകൽ ചില ഭവനങ്ങളോട്, ചില വ്യക്തി ജീവിതങ്ങളോട് ആലോചന അറിയിക്കുക, ഇല്ല കുഞ്ഞെ, നീ തൃപ്തനായി വസിക്കാൻ പോകുക, നീ തൃപ്തനായി വസിക്കാൻ പോകുക. 2025 അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ഞെരുങ്ങിയല്ല വസിക്കുന്നത്, നീ ഇടുങ്ങിയല്ല വസിക്കേണ്ടത്. അവൻ നീ ബുദ്ധിമുട്ട് അനുഭവിച്ചല്ല വസിക്കുന്നത്, അവൻ നീ ശൂന്യത അനുഭവിച്ചല്ല നീ വസിക്കുന്നത്. നീ തൃപ്തരായി വസിക്കാൻ പോകുക. അവൻ ഏതൊക്കെ മേഖലയിലാണ് തൃപ്തി വെളിപ്പെടുന്നത്? ആത്മീക തലത്തിൽ നീ തൃപ്തരായി വസിക്കാൻ പോകുക, ഭൗതിക തലത്തിൽ നീ തൃപ്തരായി വസിക്കാൻ പോകുക, അവൻ ശാരീരിക തലങ്ങളിൽ നീ തൃപ്തരായി വസിക്കാൻ പോകുക, മാനസിക തലങ്ങളിൽ തൃപ്തരായി വസിക്കാൻ പോകുക. ഇന്ന് പകൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാരോട് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ശുശ്രൂഷകളിൽ അവൻ ഒരു തൃപ്തി വെളിപ്പെടാൻ പോകുക. ഒരു തൃപ്തിയോടെ അവൻ ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കുന്ന വിധത്തിൽ ചില ശുശ്രൂഷകന്മാരെ ദൈവാത്മാവ് ഇന്ന് പകൽ പുറത്തെടുക്കുകയാണ്. യെശയ്യാവ് 33:16 ഒന്ന് വായിച്ചു. യെശയ്യാവ് 33:16. ഉണ്ടോ? ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ഓ, ദൈവത്തിന് മഹത്വം. ഡിസംബർ മാസത്തിലെ ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സ്വതന്ത്രം നിശ്ചയമാണ്, നീ ഉയരത്തിൽ വസിക്കാൻ പോകുക. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. ഈ പദത്തെ എത്ര പേർ ഹൃദയങ്ങളിലേക്ക് ആഴമായി വിശ്വസിക്കുന്നു, അത്രത്തോളം ഉയരത്തിൽ ദൈവം നിന്നെയാക്കാൻ പോകുകയാണ്. ഇവിടെ പറയുക, ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും. ഹല്ലേലൂയ. താഴ്ചയിൽ വസിക്കുമെന്നല്ല, കഷ്ടതയിൽ വസിക്കുമെന്നല്ല, കണ്ണുനീരിൽ വസിക്കുമെന്നല്ല. ഇന്നലകളിൽ നീ കഷ്ടപ്പെട്ടത്, ഇന്നലകളിൽ നീ കരഞ്ഞത്, ഇന്നലകളിൽ നീ ബുദ്ധിമുട്ട് അനുഭവിച്ചത്, ഇന്നലകളിൽ നിനക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ദൈവാത്മാവ് ഇടപെടുക, ഉയരത്തിൽ വസിക്കാൻ പോകുകയാണ്. ആമേൻ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പൗരത്വമോ ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വം ഉയരത്തിലുള്ളതാണ്, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. അതുകൊണ്ട് ആമേൻ, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഇന്ന് പകൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലുള്ളതാകിയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. ഉയരത്തിൽ വസിക്കാത്തതിന്റെ കാരണം ഉയരത്തെ കുറിച്ചുള്ള ചിന്ത നിന്നെ അലട്ടാത്തത് കൊണ്ട്, ഉയരത്തെ കുറിച്ച് നീ ചിന്തിക്കാത്തത് കൊണ്ട്, അതുകൊണ്ട് നീ ഇപ്പോഴും ഈ മീഡിയം ലെവലിൽ അങ്ങ് ഉന്തിത്തള്ളി അങ്ങ് പോകുന്നത്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുക, ഉയരത്തെ കുറിച്ച് ചിന്തിക്കുക, ഉയരത്തെ കുറിച്ച് ചിന്തിക്കുക, താഴെയുള്ളതിനെ കുറിച്ചല്ല. ആമേൻ, ആമേൻ, ആമേൻ. സകലതും കത്തി ചാമ്പലാകുന്ന ഈ ഭൂമിയെ കുറിച്ചുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ദൈവം നിന്നെ ഉയരത്തിൽ വസിപ്പിക്കുമാറാക്കാൻ പോകുക. അവൻ എത്ര പേർ അത് വിശ്വസിക്കുന്നു? നേരുള്ളവരുടെ മധ്യേ നീ വസിക്കുമെങ്കിൽ, അവൻ നേരുള്ളവൻ ദേശത്ത് വസിക്കുമെങ്കിൽ, ജ്ഞാനികളുടെ
ജനങ്ങളുടെ മധ്യേ നീ വസിക്കുമെങ്കിൽ, തൃപ്തനായി ദൈവം നിന്നെ വസിപ്പിക്കുമെങ്കിൽ, ഇന്ന് പകലിൽ ഈ പ്രവചന ശബ്ദ പ്രവാചകൻ വിളിച്ചു പറയുന്ന പ്രവചന ശബ്ദ ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും. അതെ, ചില വീടുകൾക്കകത്ത്, ചില വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ നീ ഉയരത്തിൽ വസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ പൊസിഷൻ മാറാൻ പോകുന്നു. അവൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷന് മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, സാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് അവൻ ആലോചന അറിയിക്കുക. കുഞ്ഞേ, നിന്റെ ലെവൽ മാറാൻ പോകുന്നു, നിന്റെ പൊസിഷൻ മാറാൻ പോകുന്നു. ആമേൻ, ആമേൻ. നീ ഇപ്പോൾ നിൽക്കുന്നതല്ല, അടുത്ത തലത്തിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ. അടുത്ത വർഷമല്ല, ഇന്ന് പകലിൽ ഈ സന്ദേശം നിന്റെ കാതുകളിൽ എത്തുമ്പോൾ തന്നെ വിശ്വസിക്കാമെങ്കിൽ അടുത്ത തലത്തിൽ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതേ കർത്താവേ, ഞാൻ ഉയർത്തി വസിക്കാൻ പോകുക. എത്ര പേർക്ക് ആമേൻ 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 എന്ന് പറയാൻ കഴിയും? ഞാൻ ഉയർത്തി വസിക്കാൻ പോകുക. ഞാൻ താഴ്ചയിലല്ല, ഞാൻ ശൂന്യതയിലല്ല, ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് എത്ര തവണ പറയാൻ കഴിയുമോ അത്രയും തവണ ഇതത് പറയാം. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. ഞാൻ ഉയരത്തിൽ വസിക്കാൻ പോകുക. അങ്ങനെ പറഞ്ഞാൽ വചനം നിന്റെ ജീവിതത്തിനകത്ത് അങ്ങ് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. വചനം നിന്റെ ലൈഫിനകത്ത് മാനിഫെസ്റ്റ് ആകും. നിന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നീ പറയുന്നെങ്കിൽ നിന്റെ വീടിനകത്ത് ആ വചനം മാനിഫെസ്റ്റ് ആവും. വചനം വെളിപ്പെട്ടാൽ ആ വചനത്തിന് എന്തൊക്കെ ചെയ്തെടുക്കാൻ കഴിയുമോ അതെല്ലാം നിന്റെ ലൈഫിനകത്ത് ചെയ്തെടുക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഉയരത്തിലുള്ളത് ഉയരത്തിൽ വസിക്കും. സ്തോത്രം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34:28. എസെക്കിയേൽ 34:28. ദൈവത്തിന് മഹത്വം. അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല. കാട്ടുമൃഗം അവരെ അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരത്തില്ല. ഒന്ന്, ജാതികൾക്ക് കവർച്ചയായി തീരത്തില്ല. കാട്ടുമൃഗം അവരെ കടിച്ചു കീറത്തില്ല. രണ്ട്, നിന്നെ ശത്രു കടിച്ചു കീറത്തില്ല. കണ്ടോ? നിർഭയമായി വസിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. ആദ്യത്തെ ലേവ്യ പുസ്തകത്തിൽ വായിച്ച കുറിവാക്യം എന്താ? എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയമായി വസിക്കും. എന്താ ദേശത്ത് നിർഭയമായി വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം? അതാ ഇവിടെ വായിച്ചത്. ആമേൻ, സ്തോത്രം. എന്താണ് വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. 34:28. കണ്ടോ? ഒന്ന്, കവർച്ച ആകത്തില്ല. മതി, അവൻ കവർച്ചയാകത്തില്ല. നിന്നെ ശത്രു കടിച്ചു കീറത്തില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് ആലോചന കൈമാറുകയാണ്. നിന്റെ ലൈഫിൽ നിന്നും ശത്രു ഇന്നലകൾ കവർന്നെടുത്തു കൊണ്ടുപോയത്. ആമേൻ ആമേൻ ആമേൻ. ശത്രു ഇന്നലകളിൽ നിന്നെ കടിച്ചു കീറാൻ ശ്രമിച്ചത് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്തു കൊണ്ടുപോയത് കൊണ്ടും അവൻ നിന്നെ കടിച്ചു കീറാൻ ശ്രമിച്ചത് കൊണ്ടും നീ ഇപ്പോൾ ഭയപ്പെട്ടാണിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. ശത്രുവിന് ഇനിയും നിന്റെ കയ്യിൽ നിന്നും ഒന്നും എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. ശത്രുവിന് നിന്നെ കടിച്ചു കീറാൻ സാധ്യമല്ല. തിരുവുള്ളം തോന്നി, തമ്പുരാന് പ്രസാദം തോന്നിയിട്ട് ഈ പകൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു, ശത്രു നിന്നെ കടിച്ചു കീറത്തില്ല. ആമേൻ 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 ആമേൻ. ശത്രു നിന്നെ കടിച്ചു കീറത്തില്ല. ആമേൻ. നീ സൗകര്യമായി വസിക്കാൻ പോകുക. കേട്ടോ? നീ നിർഭയമായി വസിക്കാൻ പോകുകയാണ്. ഭയം കൂടാതെ വസിക്കാൻ കഴിയാതെ നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ നാമത്തിൽ ഈ പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തെ വിട്ട് മാറിപ്പോകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. വേഗം വായിച്ചാണ്. 10:6. ലൂക്കോസ് 10:6. സമാധാനം അവന്റെ മേൽ വസിക്കും. ഇന്ന് പകലിൽ
ചിലരോട് ദൈവാത്മാവ് ഇടപെടി, നമ്മുടെ മേൽ വസിക്കേണ്ടത് ഷണ്ടയല്ല, കലഹമല്ല, ആമേൻ, വഴക്കല്ല. നമ്മുടെ മേൽ വസിക്കേണ്ടത് എന്താണ്? നമ്മുടെ മേൽ വസിക്കേണ്ടത് സമാധാനമാണ്. നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് ഈ പ്രഭാഷണത്തിൽ തമ്പുരാൻ പറഞ്ഞതാ. അപ്പൊ 10:6 ലൂക്കോസ് പറയുകയാണ്, നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. കേട്ടോ, സമാധാനം വസിക്കാൻ, ആമേൻ, സമാധാനത്തിൽ വസിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഭയപ്പെട്ട് വസിക്കാനല്ല, ശത്രുവിനെ കണ്ട് പേടിച്ചു വസിക്കാനല്ല, അയ്യോ കടിച്ചു കീറുമോ എന്ന് ഭയപ്പെട്ട് വസിക്കാനല്ല, അയ്യോ തകർത്ത് കളയുമോ എന്ന് ഭയപ്പെട്ട് വസിക്കാനല്ല, അയ്യോ വഴികൾ അടഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ട് വസിക്കാനല്ല. ഇന്ന് പകൽ ഇത്തരത്തിലുള്ള ഭയത്തിന് അടിമകളായ ചിലർ ഇന്ന് പകൽ ഇത് കേൾക്കുന്ന, ആമേൻ, നിങ്ങളുടെ ലൈഫിനകത്ത് തമ്പുരാൻ ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. ആമേൻ, തമ്പുരാൻ ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ വിടുതൽ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സമാധാനം നിങ്ങളുടെ മേൽ വസിക്കാൻ പോകുക. സമാധാനത്തോടെ നിങ്ങൾ വസിക്കാൻ പോകുക. യഹോവേ, നീയല്ലോ, ആമേൻ, സ്തോത്രം, സമാധാനത്തോടെ ഞങ്ങളെ വസിപ്പിക്കുമാറാക്കുന്നത്. അതെ, യഹോവയ്ക്ക് മാത്രമേ സമാധാനത്തോടെ നമ്മെ വസിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽ ദൈവാത്മ പറയുക, സമാധാനത്തോടെ ചിലർ വസിക്കാൻ പോകുകയാണ്. എത്ര പേർ, ആമേൻ, സ്തോത്രം, ആമേൻ, 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 എത്ര പേർ വിശ്വസിക്കുന്നത്? സമാധാനത്തോടെ ഞാൻ വസിക്കാൻ പോകുക, സമാധാനത്തോടെ വസിക്കാൻ പോകുക. തിരിഞ്ഞു മറി നിന്റെ ഇടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്തോ, നീ സമാധാനത്തോടെ ഉറങ്ങാൻ പോകുക. ആമേൻ, ആമേൻ, ആമേൻ. വീടിനകത്ത് കയറുമ്പോൾ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് പകൽ ഈ വചനം അങ്ങ് ഏറ്റെടുത്തോ. ആമേൻ, സമാധാനത്തോടെ നിന്റെ വീടിനകത്ത് നീ വസിക്കാൻ പോകുക. ഇരുട്ടിന്റെ ശക്തികളെ തുരത്തി ഓടിച്ചുകൊണ്ട് നീ അവിടെ വാഴാൻ പോകുക. ആമേൻ, ആമേൻ. ശത്രുവിനെ പേടിച്ച് നാം ഓടി ഒളിക്കുകയല്ല. ശത്രു എവിടെ തകർക്കുമെന്ന് പറഞ്ഞോ അവിടെ അഭിഷേകത്തിന്റെ നിറവിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവൻ ആടുകൾക്ക് നേരെ ഒരു സിംഹവും കരടിയും വന്നപ്പോൾ ഓടി ഒളിക്കാനല്ല ഭക്തൻ നോക്കിയത്, അവന്റെ മേൽ വീണ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ പ്രദർശിപ്പാൻ അവന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ആലോചന കൈമാറുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ഒന്ന് പ്രദർശിപ്പിക്കണം. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നീ ഒന്ന് പ്രദർശിപ്പിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാൻ പോകുക. സ്തോത്രം. എത്ര പേർക്ക് ആ ദൂത് പിടികിട്ടി? ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാൻ പോകുക. ഒരു വാക്യം കൂടെ വായിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. അതിന്റെ പൂർണ്ണ തലം അവിടെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആത്മനിറവിനാൽ നിറഞ്ഞ യോഹന്നാൻ പറയുക, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. കേട്ടോ, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ആഗ്രഹം കൂടെ വസിക്കുന്ന ചിലരെയാണ്. അവൻ അവരോട് കൂടെ വസിക്കും. ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു ജനത്തെ ദൈവം അന്വേഷിക്കുന്നു. ഹാനോക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ ദൈവത്തോട് കൂടെ നടന്നു, അവൻ എടുക്കപ്പെട്ടു, അവനെ കാണാതായി. ഇന്ന് പകൽക്കാലം കൂടെ വസിക്കുന്ന ഒരാത്മതലത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വെളിപ്പെടുത്തുക. കൂടെ വസിക്കുന്ന ഒരാത്മതലം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുക. കൂടെ വസിക്കുന്ന ഒരു തലം ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. എത്ര പേർ വിശ്വസിക്കുന്നു? കൂടെ വസിക്കുന്ന ഒരാത്മതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഇന്ന് പകൽ വചനം കേട്ട നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ, ദൈവം നിങ്ങളെ സ്വസ്ഥമായും
സമാധാനത്തോടെയും സുഖമായും ദീർഘകാലം ശുഭമായും തൃപ്തരാക്കിയും ദൈവം നിങ്ങളെ വസിപ്പിക്കാൻ പോകുക. ആർക്കും നിങ്ങളെ കടിച്ചു കീറാൻ കഴിയത്തില്ല, ആർക്കും നിങ്ങളെ ആട്ടിപ്പായിക്കാൻ കഴിയത്തില്ല, ആർക്കും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ നിർത്തിയ പട്ടണത്തിൽ, ദേശത്തിൽ ദൈവം നിന്നെ ശുഭമായി വസിപ്പിക്കുമാറാക്കുന്ന ദൈവകൃപ പരിശുദ്ധ